എല്ലാവർക്കും ഫോണായിട്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് CMFിൻ്റെ നെക്ക് ബാൻഡാണ്. അപ്പോൾ CMF ബ്രാൻഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് നത്തിങ്ങിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. അപ്പോൾ നത്തിങ്ങിൻ്റെ കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ്, ബട്ട് സ്റ്റിൽ നത്തിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഈ ആപ്പ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൂടുതലും ഈ CMF വഴിയായിരിക്കും വരിക. അപ്പോൾ CMFിൻ്റെ രണ്ട് പ്രോഡക്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ഇത് നെക്ക് ബാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ CMFിൻ്റെ TWS ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ടൈമിൽ വാങ്ങിയതാണ്. ഇതിൻ്റെ TWSൻ്റെ റിവ്യൂ ഞാൻ ലേറ്റർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നെക്ക് ബാൻഡ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2000 ആണ്. നമുക്ക് ചില ഡീൽസിലൊക്കെ ആയിട്ട് 1800, മിന്ത്രയിലൊക്കെ 1750 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിന്ത്ര കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നോക്കുക. കാരണം ഇതിൻ്റെ ഈ ഇനീഷ്യൽ സെയിലൊക്കെ, അതായത് ഫസ്റ്റ് ലോഞ്ച് ചെയ്തൊക്കെ മിന്ത്രയിലാണ്, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം. പിന്നെ നമുക്കറിയാം CMF മീൻസ് നത്തിങ് പൊതുവെ ഈ ഫ്ലിപ്കാർട്ടിലാണ് സെയിൽസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ടായിരിക്കും മിന്ത്രയിലും കൂടി അവരുടെ സപ്പോർട്ട് പോയത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് വന്നാൽ നമ്മൾ കാണുന്ന യൂഷ്വൽ നെക്ക് ബാൻഡാണ്. പക്ഷേ കുറച്ച് നത്തിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ട്വീക്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് ഇവിടെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈനാണ്. അതായത് ഈ ഒരു ബഡിൻ്റെ ഡിസൈൻ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. ഞാൻ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ OnePlusൻ്റെ ബുള്ളറ്റ് ഉണ്ടല്ലോ, OnePlus ബുള്ളറ്റ് C2, അതുപോലെ തന്നെ ഈ ഓപ്പോ എൻകോ M32. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസൈനുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഇതിൻ്റെ ഈ ബഡിൻ്റെ ഡിസൈൻ ഉണ്ട്. അത് ആക്ച്വലി നല്ലതാണ്. ഈ രണ്ട് പറഞ്ഞ പ്രൊഡക്ട്സും നമുക്ക് കംഫർട്ട് വൈസ് ഭയങ്കര നല്ലതാണ്. എനിക്ക് പേഴ്സണലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CMF ബഡ്സും എനിക്ക് സെയിം ലെവൽ എക്സ്പീരിയൻസ് ആണ് തന്നത്. അതുപോലെ തന്നെ താഴേക്ക് വന്നാൽ നമുക്ക് ഇതിൻ്റെ കേബിള് കുറച്ചൊരു ചെറിയൊരു ലൈൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. എൻ്റെ കയ്യിൽ ഈ നെക്ക് ബാൻഡ്സ് അധികം സർവൈവ് ചെയ്യില്ല. TWS ആണ്, എന്നാലും വയർലെസ്സിൽ എൻ്റെ കയ്യിൽ സർവൈവ് ചെയ്യാറുള്ളത്. നെക്ക് ബാൻഡ് ഹാർഡ്ലി 1 ഇയർ പോലും ഓടിയിട്ടില്ല ഇതുവരെ എൻ്റെ കയ്യിൽ ഒരു നെക്ക് ബാൻഡ്. 10 months ഒക്കെയാണ് M32 പോയത്. അതുപോലത്തെ M31 ഉണ്ടായിരുന്നു, അതും 8 months സംവെയർ അറൗണ്ടിൽ അതിൻ്റെ ഒരു കേബിൾ ഡാമേജ് ചെയ്യും. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് നെക്ക് ബാൻഡ് മിസ്സാവാറുള്ളത്. അപ്പോൾ CMF എനിക്കറിയില്ല, എനിക്ക് ലോങ് ടേമിൽ മേ ബി എനിക്ക് ബിൽഡ് ക്വാളിറ്റി കണ്ടിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് റൺ ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇവിടത്തേക്ക് വന്നാലാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് ഒക്കെ വരുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്മാർട്ട് ഡയൽ എന്നുള്ള ഇവർ പേര് വിളിക്കുന്നത് സ്മാർട്ട് ഡയൽ എന്നാണ്. ഇങ്ങനെ ഒരു തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇതിലൊരു ബട്ടൺ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇതിൻ്റെ ബാക്കി എല്ലാ ഫംഗ്ഷൻസും നടക്കുന്നത്. പിന്നെ ഒരു ബട്ടൺ കൂടി ഉണ്ട്, അതിവിടെ പെയറിംഗ് ബട്ടണാണ്. ഇത് ലോങ് പ്രസ് ചെയ്താണ് ഇതിൻ്റെ പെയറിംഗ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇത് മാഗ്നറ്റ് കണക്ഷനാണ്. അതായത് നമ്മളിത് ഡിറ്റാച്ച് ചെയ്താൽ ഇത് ഓൺ ആവും. ഇപ്പോൾ ഞാനിത് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ബോട്ടിൻ്റെ ഇതുപോലെ തന്നെ റിവ്യൂർ ബോട്ടിൻ്റെ ഒരു നമ്മുടെ ഈ ഡോൾബി ആയിട്ട് കൊളാബ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. കൊളാബ് അല്ല, ആക്ച്വലി ഡോൾബി സൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് നെക്ക് ബാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ആക്ച്വലി മാഗ്നറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഓൺ ആവില്ല. നമ്മൾ മാഗ്നറ്റ് കഴിച്ചിട്ട് ഓൺ ആക്കണമെങ്കിൽ പിന്നെയും പ്രസ് ചെയ്യണം. പക്ഷെ ഇതിന് അങ്ങനെയല്ല, നമ്മൾ മാഗ്നറ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ആക്ച്വലി നെക്ക് ബാൻഡ് ഓൺ ആവും. ഓക്കെ, നമ്മളിത് കണക്ട് ചെയ്യുമ്പം ഓഫ് ആവും. നമ്മൾ ഈ ഓപ്പോ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അധികം നെക്ക് ബാൻഡ് ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. ഇല്ലാത്ത നെക്ക് ബാൻഡ്സ് ഭയങ്കര കുറവാണ്. ഇത് ആക്ച്വലി ഭയങ്കര, നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫീച്ചർ ഭയങ്കര ഏറ്റവും അടിപൊളി. നിങ്ങൾ ഈ ഒരു നെക്ക് ബാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ അതിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന പരിപാടി ഈ ഓട്ടോമാറ്റിക് ഈ മാഗ്നറ്റ് വെച്ചിട്ട് ടേൺ ഓണും ഓഫും ആവുന്ന പരിപാടിയായിരിക്കും. ഓക്കെ, പിന്നെ വീണ്ടും നമുക്ക് സ്മാർട്ട് ഡയലിലേക്ക് പോയാൽ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി അധികം ഫങ്ഷൻസും കിട്ടുന്നത്. അപ്പോൾ ഈ ഡയൽ ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഈ TWSൻ്റെ ഡയലും എന്തൊക്കെയോ പരിപാടിയാണ്, പക്ഷേ ഇത് വെറുതെ ഇങ്ങനെ തിരിക്കാനുള്ള ഒരു സാധനം മാത്രമാണ്. ഇതിൽ പ്രത്യേകിച്ച് ഫങ്ഷനൊന്നുമില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഇതൊരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ്. നമുക്ക് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്താൽ വോളിയം അപ്പാണ്, ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്താൽ വോളിയം ഡൗൺ. ഇത് ഒരു ഇൻഫിനിറ്റ് ഡയലാണ്. നമുക്ക് അൺലിമിറ്റ് ലിമിറ്റ് ഇല്ലാതെ നമുക്ക് ഇവിടെ തിരിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ നമുക്ക് ടാപ്പിലാണ് ഇതിൽ ബാക്കി കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഒരു സിംഗിൾ ടാപ്പിൽ കോൾ അറ്റൻഡ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മ്യൂസിക് ലിസണിങ് ആണെങ്കിൽ നിങ്ങൾക്കിത് കോൾ പോസ് ചെയ്യാനും ഈ ഒരു സിംഗിൾ ടാപ്പ് മതി. ഡബിൾ ടാപ്പിൽ നമുക്ക് ഫോർവേഡ് ചെയ്യും. അങ്ങനത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ ഫങ്ഷൻസ് ഉണ്ടല്ലോ ഇയർഫോൺസിൽ വരുന്ന സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, വോളിയം ഇൻക്രീസ്. അപ്പോൾ അങ്ങനത്തെ പരിപാടിക്ക് ഈ ഒരൊറ്റ വീലിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നത്തിങ്ങിൻ്റെ എക്സ് ആപ്പ് എടുത്താൽ ഈ ബട്ടൺസ് ഒന്നും കസ്റ്റമൈസബിൾ അല്ല. നമുക്കിതൊന്നും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് പോസ് ചെയ്യാൻ പറ്റില്ല, സിംഗിൾ ടാപ്പ് മാത്രമേ പോസ് ചെയ്യാൻ പറ്റൂ. അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ സെയിം ടൈം നമ്മൾ TWSലേക്ക് വന്നാൽ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് താഴേക്ക് വന്ന ഇവിടെ CMF ബൈ നത്തിങ് എന്ന ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓറഞ്ച് കളേഴ്സും ഒരു വൈറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് വാങ്ങിയത്, അപ്പോൾ അവർ പ്രിഫർ ചെയ്തത് ബ്ലാക്ക് കളറാണ്. പിന്നെ ഇവിടത്തേക്ക് വന്നാൽ നമുക്ക് ഇതിൻ്റെ ചാർജിങ് സ്ലോട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും Type-C ചാർജിങ് ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നെക്ക് ബാൻഡിൽ വരുന്നത്. ഇവിടെയും Type-C ചാർജിങ് വരുന്നുണ്ട്. ബാറ്ററി ലൈഫ് അവൾ പറഞ്ഞതനുസരിച്ച് അവൾക്ക് ഭയങ്കര ഈസി ആയിട്ട് 3 days ഒക്കെ ഭയങ്കര നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഒരു വലിയൊരു പ്രശ്നമല്ല. കാരണം പക്ഷേ മാത്രമല്ല, എനിക്ക് തോന്നിയത്
ഇതിൻ്റെ ക്യാബിനറ്റ് ഭയങ്കര വലുതാണ്. നമ്മുടെ M31 ഒക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ M31 ഇപ്പോൾ കാണുന്നില്ല. ഞാനിപ്പോൾ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ എവിടെയില്ല. അപ്പോൾ M31 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ ഇതിൻ്റെ സൈസ് ആക്ച്വലി കുറച്ചും കൂടി വലുതാണ്. സോ ബാറ്ററി കുറച്ചും കൂടി സൈസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, റൂം ഉണ്ട് ബാറ്ററി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ANC മോഡാണ്. ഇതിന് നോയ്സ് ക്യാൻസലേഷൻ, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡുവൽ പെയറിംഗ് ഓൾസോ ഉണ്ട്. നമുക്ക് സെയിം ടൈം 2 ഫോൺ മീൻസ് ഫോൺ ടാബ്, ഫോൺ ലാപ്പ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ കൂടി ഇതിലുണ്ട്. ഈ ഡുവൽ പെയറിംഗ് നത്തിങ്ങിലേക്ക് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ചെക്ക് ചെയ്യാൻ വേറെ ഫോൺ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം എൻ്റെ കയ്യിൽ നത്തിങ് ആണ്, സിസ്റ്ററിൻ്റെ കയ്യിലും നത്തിങ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നത്തിങ് ബ്ലൂടൂത്ത് സെറ്റിംഗ്സിലേക്ക് പോയാൽ ഇതിൽ ഡുവൽ പെയറിംഗ് അതുപോലെ തന്നെ ലോ ലേറ്റൻസി മോഡുണ്ട്. ലോ ലേറ്റൻസി മോഡ് നത്തിങ്ങിൽ മാത്രമേ വർക്ക് ചെയ്യൂ. അതുപോലെ തന്നെ അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഈ ഒരു ഡുവൽ പെയറിങ്ങും നത്തിങ്ങിൽ മാത്രമേ പ്രോബ്ലി വർക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ വന്നാൽ നോയ്സ് ക്യാൻസലേഷൻ ഇതിന്, അതായത് TWSന് ഇല്ലാത്തൊരു ഫീച്ചർ ഞാൻ കണ്ടത്, ഇതിന് ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് TWSൽ വന്നാൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്താൽ എൻ്റെ ഫോണിൻ്റെ മൈക്കുമായിട്ട് ഇത് കണക്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാത്തത്. അപ്പോൾ TWSൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി 3 മോഡാണ് ഉള്ളത്. അതായത് മോഡല്ല, നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ചെയ്യാം, ഓഫ് ചെയ്യാം, പിന്നെ മറ്റേ ട്രാൻസ്പെറൻസി മോഡ് ഇടാം. പക്ഷേ ഇതിൽ വന്നാൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ തന്നെ നമുക്ക് ലോ, ഹൈ, എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ട് 3-4 മോഡ്സ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് സ്വിച്ച് എഡ്ജ് ചെയ്യാൻ പറ്റും. അതും ഈ നത്തിങ് ഫോൺ യൂസേഴ്സിന് എക്സ്ക്ലൂസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെ നത്തിങ് എക്സ് ആപ്പിൽ അവൈലബിൾ അല്ല. സെയിം ടൈം നമ്മൾ നത്തിങ് ഫോണിൽ ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് ഓൺ ആക്കിയാൽ ആ ഫീച്ചേഴ്സ് ഇനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ട്, അത് നത്തിങ് ഫോൺ ഇല്ലാത്ത ഏതെങ്കിലും ഫോൺ വെച്ച് ടെസ്റ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ യൂസേഴ്സ് ആരും കൊണ്ട് കമൻറ്റ് ചെയ്ത് ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് വേറെ ഫോണിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് പോകുന്നത്. പിന്നെ ഓഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നാൽ എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്, ഞാൻ സൗണ്ട് ഓഡിയോനെ പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒന്ന്, ഇതിൻ്റെ വോളിയം ലെവൽ കമ്പാരിറ്റീവ്ലി കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിലൊരു സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്. സ്പേഷ്യൽ ഓഡിയോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നത്തിങ് എക്സ് ആപ്പിൽ നിന്ന് ആക്ച്വലി ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മ്യൂസിക് മീൻസ് ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡിൻ്റെ ഏറ്റവും നല്ല ആപ്പ് ആക്ച്വലി നത്തിങ്ങിൻ്റെയാണ്. ലൈക്ക് മ്യൂസിക് ട്യൂൺ ചെയ്യാനും ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് റെഗുലർലി അപ്ഡേറ്റ്സ് വരും. അപ്പോൾ ഇതിൽ ആപ്പിൽ സ്പേഷ്യൽ ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇനാബിൾ ചെയ്താൽ നമുക്കൊരു 20% അടുത്ത് വോളിയം ഹൈക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് ആ വോളിയം ലെവൽ ഇൻക്രീസ് ചെയ്താൽ മനസ്സിലാവും. സ്പേഷ്യൽ ഓഡിയോ എക്സ്പീരിയൻസ് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല, പക്ഷേ വോളിയം ലെവൽ ഇൻക്രീസ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. അല്ലാതെ അത് ഓഫ് ചെയ്താൽ ഈവൻ നമ്മൾ 100 എത്തിയാൽ പോലും വോളിയം ലെവൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നി. അത് ഇതിൻ്റെ മാത്രമല്ല, എനിക്ക് TWSൻ്റെ അങ്ങനെ തോന്നിയിട്ട്. പക്ഷേ TWSൻ്റെ കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും കൂടുതലാണ് വോളിയം ലെവൽ. പക്ഷേ എനിക്കത് വലിയ ഡീലല്ല. ഇത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ നോഡ് ആക്ച്വലി യൂസ് ചെയ്തത്, നമ്മുടെ OnePlusൻ്റെ നോഡ് 2 ആണ് TWS. അപ്പോൾ അതിൽ വോളിയം ലെവൽ ഭയങ്കര നന്നായിട്ട് തോന്നി. അതായത് ഞാൻ 40% ഇതിൽ 60 വെക്കുന്ന സ്ഥലത്ത് ഞാൻ അവിടെ 40 മാത്രമേ വെച്ചുള്ളൂ വോളിയം ലെവൽ. അപ്പോൾ ഞാൻ ആ വോളിയം ലെവലിൻ്റെ ഡിഫറൻസ് ആക്ച്വലി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്യാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിന് ഓൾസോ കൊടുത്തിരുന്നു. അപ്പോൾ അവൻ ഫുൾ 100% വോളിയത്തിൽ മാത്രം വെച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവന് ഭയങ്കര വോളിയം ലെവൽ ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ ലെവലിൽ ഞാൻ പറഞ്ഞു 100%, 90, 100 മാത്രം ഇയർഫോൺസ് വെച്ച് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യാറ്. നിങ്ങൾ എപ്പോഴും 50, 60 റൗണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം വോളിയം ലെവൽ നമുക്കറിയാം, തേർഡ് പാർട്ടി ആപ്പ് വെച്ച് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാം, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ അത് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഒരു സാധാരണ യൂസേഴ്സിന് എപ്പോഴും അത് നമ്മളെപ്പോഴും കണക്ട് ചെയ്ത് പിന്നെയും പോയി ആംപ്ലിഫൈ നമ്മൾ കൂട്ടിയത് ഒരു എക്സ്ട്രാ പണിയാണ്. നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്താണോ അത് മാത്രമേ പലപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ഫോൺ വാങ്ങി G ക്യാമറ ഉണ്ട്, ഫോണിൻ്റെ ക്യാമറ മോശമായതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്ന പോലെ ഒരു മണ്ടത്തരം. അത് G ക്യാമറ എക്സ്ട്രാ ഓപ്ഷൻ മാത്രം, അതെല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല, കാരണം അതിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ വോളിയം ലെവലിൻ്റെ കാര്യം. നിങ്ങൾ വോളിയം ലെവൽ ഈ ഒരു നമ്പറിന് ലെവലിൽ നിന്ന് മാത്രം നിന്ന് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഭയങ്കര ഹൈ വോളിയം എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിസപ്പോയിൻ്റ് ആയിരിക്കും ഈ പ്രോഡക്റ്റ്. ഓക്കെ, അതാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇതിൽ മെൻഷൻ ചെയ്യാം. പിന്നെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി ഇറ്റ്സ് ആവറേജ്. ഞാൻ പറയും 2000 rupees കിട്ടുന്ന ഒരു നെക്ക് ബാൻഡിൻ്റെ ഒരു ക്വാളിറ്റി, അതായത് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് ഓവർ നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ ഓഫീസിൽ നിന്നും റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് കോൾ ചെയ്തത്. അത്യാവശ്യം നന്നായിട്ട് അപ്പുറത്ത് ആൾക്ക് കേട്ടു. പക്ഷേ നമുക്കൊരു ഒരു ഫാനൊക്കെ നമ്മുടെ മുമ്പിൽ വന്നാൽ കുറച്ചധികം ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. നോയ്സ് ക്യാൻസൽ കട്ടിങ് അത്ര നല്ലതല്ല. പക്ഷേ സ്റ്റിൽ ഒരു 2000 rupees അടിയിലൊരു നെക്ക് ബാൻഡിൻ്റെ മൈക്കുമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഇത്, വലിയ പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെക്ക് ബാൻഡ് ആക്ച്വലി ഇപ്പം എടുക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. വളരെ ചെറുതായിട്ടുണ്ട് ആ ഒരു ഏരിയ. കാരണം ഇത് ഇത്ര എസ്തെറ്റിക് വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ എലിഗൻറ്റും അല്ല. ഈ നെക്ക് ബാൻഡ് ഒരു പ്രശ്നം, എനിക്ക് അത്ര എലിഗൻ്റ് അല്ല. ഈ M31 പോലെ അത്രയും സമാധാനമായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ അല്ല ഇതിന്. കാരണം അത്യാവശ്യം വലിയ ക്യാബിനറ്റ് ഇതിന് വരുന്നത്. നന്നായിട്ട് ജസ്റ്റ് നല്ലോണം ഇങ്ങനെ പുറത്ത് കാണുന്നു നെക്ക് ബാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇത്. അപ്പോൾ ആ ഡിസൈൻസ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ഇൻഡോർ മെയിൻലി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നോക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഇത്. ഫോർ കോൾ അതുപോലെ തന്നെ ഓഡിയോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വോളിയം ലെവലിൻ്റെ ഇഷ്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങളത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നോക്കാൻ പറ്റും. പിന്നെ എനിക്ക് വേറൊരു എടുത്ത കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ലേറ്റൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് വിട്ടുപോയതാണ്. അതായത് ഇതിൻ്റെ നിങ്ങൾ നത്തിങ് ഫോൺ അല്ലെങ്കിൽ ഇതിൻ്റെ വരുന്ന ലേറ്റൻസി കുറച്ച് കൂടുതലാണ്. ഓൾമോസ്റ്റ് എനിക്കൊന്ന് 120 ms സംതിങ് ആണ്. അത് കുറച്ചധികം കൂടുതലാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. ഈവൻ ഗെയിമിംഗ് ആയാലും നിങ്ങൾ വീഡിയോ വാച്ചിങ്ങിൽ പോലും അതൊരു ലേറ്റൻസി കൂടുതലാണ് എനിക്ക് തോന്നി. പക്ഷേ നത്തിങ് ഫോണിലേക്ക് കണക്ട് ചെയ്തല്ല ആ ലേറ്റൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ നത്തിങ് അല്ലെങ്കിൽ ആ ലേറ്റൻസി നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നത്തിങ്ങിൻ്റെ CMFൻ്റെ സൈഡിൽ നിന്നുള്ള പ്രൊഡക്റ്റ് എന്ന് വൈസ് പ്രത്യേകിച്ച് ഫസ്റ്റ് നെക്ക് ബാൻഡ് എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള സാധനമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഓപ്പോ എനിക്ക് M31 ഇറങ്ങിയപ്പോൾ ഉള്ള നെക്സ്റ്റ് ലെവൽ ഓഡിയോ ക്വാളിറ്റി അത്രയും അടിപൊളി സാധനം അങ്ങനെ ഒരു സാധനം ഇതില്ല. ആകെ എനിക്ക് ഇതിൽ മെയിനായിട്ട് എനിക്ക് പേഴ്സണലി അട്രാക്ഷൻ തോന്നിയത് ഇതിൻ്റെ ഈ സ്മാർട്ട് ഡയലും പിന്നെ ഞാൻ ഈ എൻ്റെ ബഡ്സിൽ കാണാത്ത കുറച്ച് ഈ ANC-ൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി എങ്ങനെ നോക്കിയാലും ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം ഡീസൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ല. നമ്മൾ മുമ്പ് കണ്ട പല ഈ M32, OnePlus Z2 ഇതൊക്കെ ആയിട്ട് കമ്പാരബിൾ ആയിട്ടുള്ളൊരു നെക്ക് ബാൻഡ് ഇത്. താങ്ക് യു.